കേരളത്തിന്റെ അക്ഷരനഗരി, പഴയ തെക്കങ്കൂർ രാജ്യത്തിന്റെ തലസ്ഥാനം, വേമ്പനാട്ട് കായലിന്റെ താരാട്ട് ഉണർത്തുപാട്ടാകുന്ന നാട്, ജൈവ വൈവിധ്യതയും പച്ചപ്പും നിറഞ്ഞ സഹ്യന്റെ മടിത്തട്ട്, മലയാള അച്ചുകൂടത്തിന്റെയും മലയാള ദിനപത്രങ്ങളുടെയും ഗർഭപാത്രം. ഇങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള മലയാളക്കരയിലെ ഒരേ ഒരിടം കോട്ടയം. സാഹോദര്യത്തിന്റെയും ആതിഥ്യമര്യാദയുടെയും പര്യായമാണ് കോട്ടയം. മലങ്കര നസ്രാണികളുടെ തലസ്ഥാന നഗരിയും ശക്തി കേന്ദ്രവുമായ കോട്ടയം മലയാളികളുടെ സ്വാഭിമാനത്തിന്റെ പ്രതീകമാണ്. ദേവലോകവും തിരുനക്കരയും എരുമേലിയും മത ഐക്യകാഹളമുയർത്തുന്ന മണ്ണ്. ഈ നാടിന്റെ രക്തധമനിയായ മീനച്ചിലാറ് നാടിനെയും നഗരത്തെയും പുണർന്ന് ഒഴുകുമ്പോൾ ഗോവിന്ദപുരം ഉണരുന്നത് മീനച്ചിലിന്റെ ഓളപ്പരപ്പിലാണ്. ചുങ്കം എന്നറിയപ്പെടുന്ന ഗോവിന്ദപുരത്ത് 200 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിന്റെ നന്മയും പുണ്യവുമായി സ്ഥാപിക്കപ്പെട്ട പഠിത്ത വീട്. കോട്ടയം കോളേജായി നാടിന് അഭിമാനമുയർത്തി ഏഷ്യയിലെ ആദ്യ കലാലയമായി, കോട്ടയം സെമിനാരിയായി, മലങ്കര സഭയുടെ അഭിമാനമുയർത്തി ഏഷ്യയിലെ ആദ്യ ഓർത്തഡോക്സ് വൈദിക പഠനശാലയായി, 1809 കണ്ടനാട് പടിയോല നിശ്ചയപ്രകാരം 1813 ഫെബ്രുവരി 15 തറക്കല്ലിട്ട് പണി ആരംഭിച്ച് 1815 കൂദാശ ചെയ്യപ്പെട്ട പഴയ സെമിനാരി എന്ന പഠിത്ത വീടിന്റെ സ്ഥാപകൻ പുണ്യശ്ലോകനായ ഇട്ടൂപ്പുറമ്പാൻ എന്ന പുലിക്കോട്ടിൽ മാർ ദിവന്നാസ്യോസ് ഒന്നാമനാണ്. ഈ കവാടം തുറക്കപ്പെടുന്നത് അറിവിന്റെയും നിറവിന്റെയും വിശുദ്ധിയിലേക്കാണ്. മലയാള അക്ഷരത്തിന് ആദ്യമായി അച്ചടിമഷി പുരണ്ട മണ്ണ്,
തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കേന്ദ്രം. ഈ നിലയ്ക്കെല്ലാം കേരളത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ച മണ്ണാണ് ഇത്. യാമപ്രാർത്ഥനയുടെ വിശുദ്ധിയും കുന്തിരിക്കധൂപത്തിന്റെ നിലയ്ക്കാത്ത സുഗന്ധവും ഉയരുന്ന ആത്മീയ അനുഭവം, മാലാഖമാരുടെ സാന്നിധ്യം വിളിച്ചോതുന്ന സെമിനാരി ചാപ്പൽ, മലങ്കര സഭയെ നയിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന പരിശുദ്ധ മാർ ദിവന്നാസ്യോസ് ആറാമൻ മലങ്കര മെത്രാപ്പൊലീത്ത എന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ഖബറിടവും, സെമിനാരി സ്ഥാപകൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് ഒന്നാമൻ എന്ന മലങ്കര മെത്രാപ്പൊലീത്തയുടെ ഖബറിടവും, കേരള നവോത്ഥാന നായകൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് രണ്ടാമൻ എന്ന മലങ്കര മെത്രാപ്പൊലീത്തയുടെ ഖബറിടവും, സെമിനാരിയുടെ ആധുനിക ശില്പി ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ ഖബറിടവും ഈ ചാപ്പലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. തിരുവിതാംകൂറിന്റെ ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മൺറോയുടെ സ്വാധീനത്താൽ തിരുവിതാംകൂർ മഹാറാണി ലക്ഷ്മിഭായ് തമ്പുരാട്ടി കരമൊഴിവായി നൽകിയ ഈ മണ്ണിൽ ഗൗരിഭായ് തമ്പുരാട്ടി നൽകിയ സഹായങ്ങളാൽ പണിയപ്പെട്ടതാണ് പഴയ സെമിനാരി കെട്ടിടം. കേരളത്തിന്റെ പുരാതന വാസ്തുശാസ്ത്ര വിധിപ്രകാരം 4 കെട്ടാണ് ഈ കെട്ടിടം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകവും സങ്കീർണവുമായ അനേകം നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മന്ദിരം മലങ്കര മെത്രാപ്പൊലീത്തയുടെ ആസ്ഥാന മന്ദിരം കൂടിയാണ്. സിറിയൻ കോളേജ്, സിറിയൻ സെമിനാരി, കോട്ടയം കോളേജ്, കോട്ടയം സെമിനാരി, പഴയ സെമിനാരി, പഠിത വീട് എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ 4 കെട്ടിനെയാണ്. 3 നിലകൾ ഉള്ള ഈ കെട്ടിടത്തിന്റെ 3-ാം നിലയിലാണ് സഭാ പ്രതിപുരുഷ യോഗം ചേർന്നിരുന്നത്. സഭാ ഭരണഘടന രൂപീകരണം മുതൽ ഔദ്യോഗിക സ്ഥാനികളുടെ തെരഞ്ഞെടുപ്പ് വരെ ഇവിടെയാണ് നടത്തപ്പെട്ടത്. ഇന്ന് ഇത് ചരിത്രരേഖകളും അപൂർവ നാണയങ്ങളും മറ്റും സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്നു. 4 കെട്ടിന് പുറത്ത് പുതിയ കെട്ടിടങ്ങൾ ഉയർന്നിട്ടുണ്ട്. എല്ലാം കൂടി വലിയൊരു 4 കെട്ടിന്റെ പ്രതീതി ഉയർത്തുന്ന തരത്തിലാണ് പുതിയ കെട്ടിടങ്ങളും നിലനിൽക്കുന്നത്. സെമിനാരിയുടെ ആധുനിക ശില്പി ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശ്രമഫലമായി സെമിനാരി കാര്യാലയ മന്ദിരവും തെക്കുകിഴക്കായി മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടു. ലോകപ്രശസ്ത വേദശാസ്ത്രജ്ഞനും സെമിനാരി പ്രധാന അധ്യാപകനുമായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എൻ ജോർജ് അച്ഛന്റെ ശ്രമഫലമായി പടിഞ്ഞാറ് ഭാഗത്തായി സ്മൃതി മന്ദിരം നിർമ്മിക്കപ്പെട്ടു. ബൃഹത്തായ ലൈബ്രറി സമുച്ചയമാണ് ഇത്. സഭാ ഐക്യചർച്ചകളും സഭ മാനേജിംഗ് കമ്മിറ്റിയും നടത്തപ്പെടുന്നതും ഈ മന്ദിരത്തിലാണ്. പ്രശസ്ത വേദപണ്ഡിതനും സെമിനാരി പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യനച്ചന്റെ ശ്രമഫലമായി വടക്ക് ഭാഗത്തായി ശ്രേയസ് എന്ന മന്ദിരവും ഉയർന്നതോടെ പുതിയ ഒരു മുഖം സെമിനാരിക്ക് കൈവന്നു. ശ്രുതി, സോഫിയ, സ്രോതസ് എന്നിങ്ങനെ മറ്റ് പ്രധാന 3 മന്ദിരങ്ങൾ കൂടി സെമിനാരിയിലുണ്ട്. സെമിനാരി സംഗീത വിഭാഗമായ ശ്രുതി സംഗീത വിദ്യാലയവും ആരാധന പഠന കേന്ദ്രവും ദിവ്യബോധനം ഓഫീസും ആധുനിക ഡിജിറ്റൽ സ്റ്റുഡിയോയും ശ്രുതി മന്ദിരത്തിലാണ്. എക്യൂമെനിക്കൽ ചർച്ചകളും മറ്റ് പഠന ശിബിരങ്ങളും നടക്കുന്ന മന്ദിരമാണ് സോഫിയ. ചാപ്പലിന്റെ ഇരുവശങ്ങളിലായി പ്രാവുകളുടെ രൂപഘടനയിലാണ് ശ്രുതി മന്ദിരവും സോഫിയ മന്ദിരവും പണിയപ്പെട്ടിരിക്കുന്നത്. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലന കേന്ദ്രമായ ഇവിടെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി, മാസ്റ്റേഴ്സ് ഇൻ തിയോളജി എന്നീ ഡിഗ്രി കോഴ്സുകളാണ് നടത്തപ്പെടുന്നത്. കൂടാതെ ഗ്രാജുവേഷൻ ഇൻ സേക്രഡ് തിയോളജി, ഡോക്ടറൽ സ്റ്റഡി ഇൻ തിയോളജി എന്നീ പഠന പദ്ധതികളും ഇവിടെ ക്രമമായി നടത്തപ്പെടുന്നു. അവൈദികർക്കുള്ള വേദശാസ്ത്ര പഠനത്തിനായി ദിവ്യബോധനം എന്ന പാഠ്യപദ്ധതിയും
സെമിനാരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. സർവസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് സെമിനാരിയിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്നു. 1984, 2015 എന്നീ വർഷങ്ങളിൽ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിന് പഴയ സെമിനാരി സാക്ഷ്യം വഹിച്ചു. 200 വർഷത്തിലേറെയായി തലയുയർത്തി നിൽക്കുന്ന അപൂർവ ക്രിസ്തീയ പഠന കേന്ദ്രമാണ് പഴയ സെമിനാരി. തലമുറകളുടെ മുത്തശ്ശിയായി അന്നും ഇന്നും എന്നും പഴയ സെമിനാരി. അനേകം വൈദികർ, വേദശാസ്ത്രത്തിന്റെ ആദ്യാക്ഷരം കുറിച്ച പുണ്യഭൂമി. ചരിത്രം പറഞ്ഞും ചരിത്രം പഠിപ്പിച്ചും ചരിത്രം സൂക്ഷിച്ചും ഈ ചരിത്രഭൂമി ഇന്നും മലങ്കരയുടെ അഭിമാനവും സഭയുടെ ഹൃദയവുമായി പരിലസിക്കുന്നു. പൂർവപിതാക്കളുടെ വിയർപ്പും കണ്ണീരും വീണ ഈ ധന്യഭൂമി വരും തലമുറയ്ക്ക് തണൽമരമായി, സഭാനൗകയ്ക്ക് പ്രകാശമായി ജ്വലിക്കട്ടെ.